പണം, സ്വർണം, സ്വത്തുവക, വാഹനങ്ങൾ മുതലായവ വിവാഹ സംബന്ധമായി വധുവിന്റെ വീട്ടിൽ നിന്ന് വരന് നൽകുന്ന ഒരു മോശം സംസ്കാരമാണ് സ്ത്രീധനം. കേരളം സാമൂഹ്യ വിപ്ലവങ്ങൾ കണ്ടതും വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം കാണിച്ചതുമാണ്. എങ്കിലും എന്ന ദുരാചാരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1961 ഇന്ത്യയിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നിയമമാക്കിയിരുന്നു. ഈ നിയമപ്രകാരം വിവാഹത്തിനോടനുബന്ധിച്ച് പണം, സ്വത്ത്, മറ്റ് സമ്മാനങ്ങൾ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. നിയമലംഘനം ചെയ്യുന്ന പ്രസ്തുത വ്യക്തിക്ക് 5 വർഷം വരെ തടവും 15,000 രൂപ വരെ പിഴയും ലഭിക്കും. 1985 ഈ നിയമങ്ങൾക്ക് ഭേദഗതിയും വന്നിട്ടുണ്ട്. ഇത് 2025. കേരളത്തിൽ വിദ്യാഭ്യാസം, വനിതാ ബോധവൽക്കരണം, നിയമം എന്നീ മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്ത്രീധനമെന്നോ കല്യാണ സമ്മാനമെന്നോ പേരിട്ട് ഈ കൊടുക്കൽ വാങ്ങൽ തുടർന്നു കൊണ്ടുപോകുന്നു. വനിതാ കമ്മീഷന്റെയും വിവിധ NGOയും ചേർന്ന് സേ നോ ടു ഡൗറി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും സ്ത്രീധനത്തിന്റെ പേരിൽ വരുന്ന വാർത്തകൾ പേടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രത്തോളം ആക്റ്റീവാണ് എന്നത് അറിയില്ല. എന്നാൽ സ്ത്രീധന പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഇരകൾക്ക് ഏറ്റവും വേഗത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയാം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും എളുപ്പവും ഉടനടി സഹായം ലഭ്യമാകുന്ന 2 സൗജന്യ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. 1091 എന്ന നമ്പറും 181 എന്ന നമ്പറും. ഇവ രണ്ടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ സ്ത്രീധന പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള കേരള പോലീസിന്റെ പ്രത്യേക സെല്ലുകളുണ്ട്, അവിടെയോ പരാതി നൽകുക. ഈ സെല്ലുകളെ 3 മേഖലയായി തിരിച്ചിട്ടുണ്ട്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിങ്ങനെ. സ്ത്രീധന നിരോധന ഓഫീസർമാരെ സ്വതന്ത്ര ചുമതലയോടെ അവിടെ നിയമിച്ചിട്ടുണ്ട്. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറാണ് മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസർ. ഇതുമല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ, NGOകൾ, അതുമല്ലെങ്കിൽ നിയമസഹായ സെല്ലുകൾ എന്നിവയിൽ നിന്ന് പിന്തുണ തേടുക. സഹായം ആവശ്യമുള്ളവർക്ക് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ അയൽവാസികളോടോ തുറന്ന് സംസാരിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യാം. സ്ത്രീധനം എന്ന സാമൂഹിക ദുരാചാരത്തെ അവസാനിപ്പിക്കാൻ നിയമപരമായ നടപടികൾ മാത്രമല്ല, ബോധവൽക്കരണവും സാമൂഹിക ഇടപെടലുകളും ഒരുപോലെ നിർണായകമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് തോന്നണം.